പൃഥ്വിരാജ് സന്ധു പറയൂ. ഹലോ. ഹായ് പറയൂ. നമ്മള് മുന്നേ സംസാരിച്ചിട്ടുണ്ടേ. ആ അപ്പൊ എനിക്ക് ഏറ്റവും ആകർഷണം തോന്നിയത് ഒടുക്കത്തെ ക്ഷമയാണ് ട്ടാ. ആ കാരണം ഇത് നമ്മളെ നമ്മളെല്ലാരും ഉൾക്കൊണ്ട് ആ അത് എനിക്കൊരു കാര്യത്തിൽ അസൂയുണ്ട്. ഇത്രയതിലും ഭയങ്കര ലുക്കാണ് ട്ടാ. ഇപ്പൊ ഇന്നൊക്കെ നിങ്ങളത് പറയണെങ്കിൽ ഞങ്ങൾക്ക് 2 ബിരിയാണി വാങ്ങി തരേണ്ടി. പിന്നെ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പൊ നമ്മുടെ ഈ ലീഗ് മറ്റേ ഇത്രയും ഇങ്ങനെ പവർഫുൾ ആയിട്ട് ഇത്ര അധികാരത്തിൽ വരുന്ന ഒരു അപകടമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു അതിന്റെ അപകടമല്ല. കാര്യം ഇതില് രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ കാണേണ്ടത്. ഇപ്പൊ അത് ഞാൻ ശശികല ചോദിച്ചൊരു പറഞ്ഞ കാര്യമുണ്ട്. പറയൂ ഹലോ. പറയൂ നിങ്ങളെ പോയിന്റ് പറയൂ, എന്നിട്ട് പറയാം. അത് എന്റെ ഒരു വീക്ഷണാട്ടാ. ഉം. കാരണം ഇപ്പൊ ഈ മറ്റേ മതം പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ മതമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മതത്തിന് നമ്മളൊരു ജനാധിപത്യ രീതിയിൽ ഒരു ആൾക്കാർ ജയിച്ചു വരേണ്ട എല്ലാവർക്കും വേണ്ടിയിട്ടാ. ഇപ്പൊ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാക്കുക. പക്ഷെ ഒരു മതത്തിന്റെ പേരിൽ മാത്രം ഇപ്പൊ നമ്മളെ ഇപ്പൊ ലിയാഖത്ത് ഭായി നേരത്തെ പറഞ്ഞ പോലെ ആടിന്റെ തല വെട്ടുക, അങ്ങനെ ഒരുപാട് പ്രതീകാത്മകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാനും എടപ്പാളും മലപ്പുറം എന്റെ സ്ഥലേ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു ഭയം തോന്നാണ്. കാരണം ഇവര് നാളെ ഇതായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സംസാരം വി സതീശനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജമാഅത്തി. അതൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇതിനു മുമ്പേ വി സതീശൻ പറഞ്ഞിട്ടായിരുന്നു SDP ഒക്കെ എന്ത് ചോദിച്ചപ്പോ അതൊക്കെ നമ്മളതിനൊന്നും എതിർത്തില്ല, അവരുടെ ആശയമൊക്കെ മാറി എന്ന് പറഞ്ഞ ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പൊ വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യല്ലേ പറഞ്ഞ? അതെ അതെ. അപ്പൊ നമ്മൾ ലൈവായിട്ട് പറഞ്ഞിട്ടുണ്ടായല്ലോ, വി സതീശാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളത് വർഗീയമായിട്ട് അവരൊന്നും കാണില്ല, അവരൊന്നും ഇപ്പോ അങ്ങനത്തെ രാഷ്ട്രത്തിന് ഉന്നയിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ വളരെ അപകടപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ മുസ്ലിം ലീഗിന് മാത്രമായിട്ട് പ്രത്യേക അപകടമൊന്നുമില്ല. മുസ്ലിം ലീഗ് ഇപ്പം ഞാനിവിടെ ജയിച്ചത് പിന്നെ മുന്നോക്ക സമുദായത്തിന്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ MLA ആയിട്ടാണ് ഞാൻ നിയമസഭയിലേക്ക് പോകുന്നത് എന്ന് പറയുന്ന ഒരു മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിൽ ഇത്തവണ ജയിച്ചിട്ടുണ്ട്. ഗുരുവായൂരത്തെ MLA മതം നോക്കണം എന്ന് പറഞ്ഞ ഒരാൾ മത്സരിച്ച് തോറ്റിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാല് ജാതിയും മതവും മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുന്ന എല്ലാ ടീമും അപകടമാണ് രാജ്യത്തിന്, ജനാധിപത്യത്തിന്. അത് BJP ആയാലും ശരി, അത് മുസ്ലിം ലീഗ് ആയാലും ശരി, SDP ആയാലും ശരി. ഇവർ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനേക്കാളും ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, അവസരങ്ങൾ എന്നത് അവരുടെ മതപരമായിട്ടുള്ള താല്പര്യങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു ശക്തി പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ടൂളായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് BJPനെ മാറ്റി നിർത്താൻ പറ്റില്ല, മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇത് എന്തുകൊണ്ട് കേരളത്തിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് അപകടം? കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ മുസ്ലിം ലീഗിന് ആ അർത്ഥത്തിലുള്ള ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ ഒരു സ്വാധീനം ചെലുത്താനുള്ള ശേഷിപ്പുണ്ട്. BJPക്ക് കേരളത്തിൽ അതില്ല. അതാണ് വ്യത്യാസം. അതേ സമയത്ത് ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, പിന്നെ പല സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ BJP ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള വേർഷൻസ് ആണ്. ഇപ്പൊ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളും, ഇപ്പൊ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന അക്രമങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഇത് ജാതിയും മതവും താല്പര്യവും മുൻനിർത്തിയിട്ട് രാഷ്ട്രീയത്തിൽ കളിക്കുന്ന എല്ലാവരും അവരവരുടെ അധികാരം, അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് കാണിക്കുന്നത് എല്ലാം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ കേരളത്തിൽ മുസ്ലിം ലീഗ് ഇപ്പൊ ജനാധിപത്യ രീതിയിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഇസ്ലാമിക മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു പാർട്ടിയോ അധികാരത്തിൽ വരുന്നതിനോ, അപ്പൊ നമ്മുടെ BDJS ഒന്നും ഇവർ മത്സരിക്കുന്നതിനോ ജനാധിപത്യ രീതിയിൽ പ്രക്രിയയിലെ ഭാഗമാകുന്നതിനോ അവർ ജയിക്കുന്നതിനോ മുഖ്യമന്ത്രിയാവുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവരുടെ നിലപാട്, അവരുടെ പ്രവർത്തനം ഭരണഘടനാപരമാണോ അല്ലേ, ഇതാണ് പ്രശ്നം. ഇപ്പം ശശികല ഈ അടുത്ത് പറഞ്ഞു കേട്ടു മുഖ്യമന്ത്രിയുടെ ജീന് പരിശോധിക്കണം. അതൊക്കെ ശുദ്ധമായ അസംബന്ധവും തെമ്മാടിത്തരമാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള വിവരമില്ലായ്മ ആണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ പാരമ്പര്യം നോക്കിയിട്ടാണല്ലോ. ഇന്ത്യയിലെ ഒരാള് ജനാധിപത്യ പ്രക്രിയയിൽ പാസ്പോർട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾക്ക് 21 വയസ്സായാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അയാൾക്ക് വോട്ട് കിട്ടിയാൽ ജയിക്കാം. ജയിച്ചാൽ ആ വ്യക്തിക്ക് നിയമസഭാ കക്ഷിയുടെ ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവാം. ടെക്നിക്കലായിട്ട് അതിനകത്ത് യാതൊരു പ്രശ്നവും കാണുന്നില്ല. പക്ഷെ അപ്പോ ഇവരുടെ പാരമ്പര്യം നോക്കണം എന്നൊക്കെ അങ്ങേയറ്റത്തെ ഹിന്ദുത്വ മാത്രം നടക്കുന്ന ഒരാൾ പറയുമ്പോൾ
തുല്യമായ അതെ മനസ്സിലായി. അശ്ലീലങ്ങളാണ്. പിന്നെ ഇതൊക്കെ ആ. ഏതൊക്കെ മേഖലയിൽ ഇതിനൊക്കെ ശക്തിയുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിൽ മുസ്ലിം ലീഗ് പറയുന്നതിനെ നമുക്ക് തമാശയായിട്ട് കളയാം. കേരളത്തിൽ പക്ഷെ മുസ്ലിം ഉം. ലീഗ് പറയുന്നതിന് അത്ര തമാശയാക്കാൻ പറ്റില്ല. BJP അതെ. ആ. കേരളത്തിൽ പറയുന്നത് കുറച്ചൊക്കെ നമ്മൾ തമാശയാക്കിയിട്ട് ട്രോളാക്കിയിട്ട് തള്ളും. പക്ഷെ ഉം. ഉം. UP-യിലോ ബീഹാറിലോ അല്ലെങ്കിൽ ഇപ്പൊ ഇനി മുതൽ ബംഗാളിലൊന്നും BJP കാട്ടിക്കൂട്ടുന്നതിനെ നമുക്ക് തമാശയും വികൃതിയായിട്ട് കാണാൻ പറ്റില്ല. ഈ ഞാൻ ഇതിലൊരു അതാണ് അതിന്റെ കാര്യം കാര്യം. പറയണത്, ഉം, അതിൽ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാണ്. ഉം. അപ്പോ നമ്മൾ ഒരു പാർട്ടി ഇപ്പൊ ഭരിക്കുമ്പോ എന്താ പറയാ, നല്ലത് ചെയ്യുമ്പോ നമ്മൾ നല്ലത് അക്സെപ്റ്റ് ചെയ്യണല്ലോ. ഇപ്പൊ ആ നമുക്ക് ചാപ്പിയൊന്നും അടിക്കരുത്, ഞാൻ ആദ്യം തന്നെ ചാപ്പിയൊന്നും അടിക്കരുത്. ഇല്ല, ഞാൻ ഞാനത് ആരും പറയാൻ ചാപ്പ അടിക്കാറില്ല. ഞാൻ പറയാറുള്ളത് മൂത്തൊക്കെ അങ്ങ് പറയാത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോ നമുക്ക് എല്ലാ പാർട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉം, പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒന്നും ഒരാളോട് ചെയ്യണം എന്ന് നോക്കിയാൽ അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. ഉം, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങള് BJP ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നമുക്ക് പല കാര്യങ്ങളും സപ്പോർട്ട് ഒപ്പോസ് നമുക്ക് പറയാം. അപ്പൊ ഈ ഉം, നാഷണൽ സെക്യൂരിറ്റി ഉള്ളതാണ് ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഇത്. പിന്നെ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യം. ഞാനിത് ഒരിക്കലും 100% ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരിക്കലും നമ്മൾ 100% പറയുന്നില്ല. പക്ഷെ നമ്മൾ നാഷണൽ സെക്യൂരിറ്റി, ഉം, അതേപോലെ തന്നെ നമുക്ക് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വർക്ക് ഉണ്ട്. പിന്നെ ശരിയാണ്, മറ്റു പല കാര്യങ്ങളും പല രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഉം. അങ്ങനെ കുറെ പ്ലസ് പോയിന്റും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളതൊരു എന്താ പറയാ, ഇതിലല്ല പറയണത്. അല്ല, അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഓരോ ആളുകൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം ഉണ്ടാവും. അവരവർക്ക് ആ ഉം. രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യം ഉണ്ടാവാൻ അവരുടെ റീസൺ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് BJP-യോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവാൻ നിങ്ങൾക്ക് റീസൺ ഉണ്ടാവും. പക്ഷെ ആ റീസൺ ഉം. നമുക്ക് കൺവിൻസിങ് ആയിക്കോളുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പൊ BJP നാഷണൽ സെക്യൂരിറ്റിയിൽ എന്തോ ഒരു മികച്ച പ്രവർത്തനം ഇതുവരെ ഇല്ലാത്ത എന്തോ നടത്തി എന്നുള്ള ഒരു ആലോചനയൊന്നും എനിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞ അതല്ല. ഇന്ത്യൻ ഗവൺമെന്റ് അല്ല, പിന്നെ നമ്മള് രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള പോക്ക് കഴിഞ്ഞ 10 വർഷം എങ്ങോട്ടായിരുന്നു എന്നുള്ളതിന്റെ ഏകദേശ സൂചനകൾ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിലെ ഓരോ മേഖലകളിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും, സ്വാഭാവികമാണ്. ഉം. ഉം. പക്ഷെ ഉം. BJP ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ VD സതീശന്റെ മുഖ്യമന്ത്രി പദത്തെ കളിയാക്കാൻ BJPക്ക് യാതൊരു അർഹതയില്ല. കാരണം ഇപ്പോൾ ബംഗാളിൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്, സുവേന്ദു അധികാരി. ആ. വൻതുക. ആ. സുവേന്ദു അധികാരിനെ കുറിച്ച് കഴിഞ്ഞ ബംഗാൾ ഇലക്ഷന്റെ സമയത്ത് മോദി പ്രസംഗിച്ച എന്താ നിങ്ങൾക്ക് അറിയോ? മനസ്സിലായി. അല്ല, അത് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നത് ക്യാമറയിൽ പിടിച്ച് അതിന്റെ പേരില് തൃണമൂലിൽ നിന്ന് നടപടി നേരിടുകയോ അവിടുന്ന് പുറത്താക്കപ്പെടുകയോ രാജിവെക്കുകയോ ചെയ്തിട്ട് ഉം. ഉം. ആ സംഭവം ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ ഇലക്ഷനിൽ അത് ആക്ഷേപമായിട്ട് തൃണമൂലിനെതിരെ ഉന്നയിച്ച കേസിലെ പ്രതിയാണ്. പിന്നീട് മനസ്സിലായി. BJP-കാരനായിട്ട് മത്സരിച്ച് ജയിച്ച് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇനി അവിടെ സുതാര്യമായിട്ടുള്ള. അപ്പം BJP-യുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വർഗീയമായിട്ടുള്ള ആളുകളെ ധ്രുവീകരിച്ച് വോട്ട് നേടാനുള്ള ഒരു കാര്യം. രണ്ടാമത്തത് ആളുകളെ അഴിമതി കേസിൽ കുടുക്കിയിട്ടും ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെട്ട് വരട്ടിയിട്ടും പാർട്ടികളിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട ആളുകളെ, ഏറ്റവും വലിയ തട്ടിപ്പുകാരെയും കള്ളന്മാരെയും അഴിമതിക്കാരെയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്മൾ കെണിയിൽപ്പെടുത്തി പാർട്ടിക്കാരാക്കി അവരെ കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോയും ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്യുന്നത് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അശ്ലീലം വരെന്താണ്. എന്നിട്ട് ഈ പാർട്ടി അഴിമതി വിരുദ്ധ പാർട്ടിയാണെന്ന് പറയണതിൽ എന്ത് ലോജിക്കുള്ളത്? എനിക്ക് അറിയാത്ത കാര്യമാണ് ഞാൻ സംശയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഈ സുവേന്ദു അധികാരിന്റെ കേസ് നിങ്ങൾക്ക് അറിയോ? ഇല്ല, എനിക്ക് അറിയില്ല. ഇപ്പൊ നമുക്കിപ്പോ ബംഗാളിൽ ജയിച്ചു ഒരാളെ മുഖ്യമന്ത്രി ആക്കി എന്നുള്ളത് ആ നമുക്കറിയില്ല. സുവേന്ദു അധികാരി ആരായിരുന്നു എന്നും അയാൾ ഏത് പാർട്ടിക്കാരനായിരുന്നു എന്നും ഏത് കേസിന്റെ ശേഷമാണ് അയാൾ ആ പാർട്ടി വിട്ടതെന്നും. സുവേന്ദു അധികാരി ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തൃണമൂലിന്റെ പിന്നെ നേതാവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 5 ലക്ഷം അഴിമതി കോഴ വാങ്ങുന്ന സമയത്ത് ക്യാമറയിൽ പിടിച്ച ആളാണ്. നരേന്ദ്രമോദി ഇലക്ഷൻ പ്രചാരണത്തിൽ ഉപയോഗിച്ച അഴിമതി കേസാണ് ഈ സുവേന്ദു അധികാരിന്റെ കേസ്. നിങ്ങൾ സുവേന്ദു അധികാരിയെ കുറിച്ചുള്ള പിന്നെ ബ്രൈബിന്റെ വാർത്തകളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഇത് ഒന്ന് ഭേദമാണ്, ഒന്ന് മികച്ചതാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ച് എന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ഒക്കെ ഈ പാർട്ടി പൊളിറ്റിക്സിനൊക്കെ പുറത്താണ്.
ഓരോ പാർട്ടിയും അല്ല ഇവിടെ വോട്ട് പിടിക്കാൻ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഞാനാണെങ്കിൽ എന്റെ വ്യൂ എന്ന് പറഞ്ഞാലും നമുക്കിപ്പോ പല രീതിയിലുള്ള വിശ്വാസം ഉണ്ടാവും, അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോ നമ്മൾ ഉം. കാരണം ഒരാൾക്ക് ഒരു ദ്രോഹം വരരുത്, ആൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഉം. പൊതുസമൂഹത്തിന് ദ്രോഹം ചെയ്യാത്ത രീതിയിൽ ഇതാവണമെന്ന് മാത്രമേ നമുക്കുള്ളൂ. അതെ, അങ്ങനെ അപ്പൊ ആവണം. അതിനാണ് നമുക്ക് അതിനിപ്പോ പക്ഷെ ബി അതിന് ജെ പിക്ക് നമുക്ക് കുറെ മാർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് എന്റെ പക്ഷം. നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടാവും, നിങ്ങൾക്ക് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഞാനത് അത് കുറച്ചു That's കാര്യം it. പറഞ്ഞത് നമുക്കൊരു അല്ല, അഭിപ്രായമായിട്ടാണ്. അതിന്റെ അതായത് ഇപ്പൊ അതിപ്പോ നമ്മൾ ഒരു പർട്ടിക്കുലർ പാർട്ടിയെ വിലയിരുത്തുന്ന ഒരു ചർച്ചയായിട്ട് നമ്മളിപ്പോ ഇന്നത്തെ ഈ വിഷയത്തിൽ പോകേണ്ടതില്ലല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു അവസരത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് വിളിക്കുമോ, നമുക്ക് സംസാരിക്കാം. അതിൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ എന്താ പറയാ, ഇപ്പൊ ഒരുപാട് ഇപ്പോ ഈ മതം വിട്ട ആൾക്കാർ കൂടുതലാണ്, മുർത്തത് കൂടുതൽ, എക്സ് മുസ്ലിങ്ങൾ കൂടുതലാണെന്നൊക്കെ ഒരു വീഡിയോ ഉണ്ടല്ലോ. എന്നിട്ട് ഈ മതപാർട്ടികൾ എങ്ങനെയാണ് എന്നിട്ട് ഈ മതപാർട്ടി ആയിട്ടുള്ള ഒരു ലീഗ് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇത്രയും അവിശ്വാസികൾ ഉണ്ടായിട്ടും കൂടുന്നതെന്നൊരു ഉത്തരം? ഞാൻ ചോദിക്കട്ടെ, ലീഗ് ജയിക്കുന്നത് മുസ്ലിങ്ങളെ വോട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഒരു ബഹുഭൂരിപക്ഷം തന്നെയാണല്ലോ. ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ധാരണ ഉണ്ടോ? എന്തായിരുന്നു? മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്, അല്ലെ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ലീഗിനാ വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, പക്ഷെ ഒരു എന്താ പറയാ, ബഹുഭൂരിപക്ഷം എങ്ങനെയാണല്ലോ. എല്ലാം ഞാൻ എന്താണ് ഈ പറയില്ല. ബഹുഭൂരിപക്ഷം? എന്താണ് ഈ അല്ല, ബഹുഭൂരിപക്ഷം? ഞാൻ ഇപ്പൊ ഞാൻ പറയണത് ഉദ്ദേശിച്ചത് ഓരോ പ്രദേശത്തും ജനസംഖ്യാനുപാതികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പം കൊച്ചിയില് ഇപ്പം എന്താണ് നമ്മുടെ VS ജോയി, എന്താണ് ആളുടെ പേര്, നിലമ്പൂരിൽ നിന്ന് അത് ഇവിടെ വന്നിട്ട് ഇവിടെ മത്സരിച്ച ആള്, മലപ്പുറത്ത് മത്സരിച്ച ആള്, നിങ്ങളുടെ നാട്ടില്. അത് എന്റെ മണ്ഡലാണ് VS ആ ജോയ്. എന്റെ മണ്ഡല, ആ ഞാൻ വി നിൽക്കുന്ന എസ് ജോയ് എന്റെ മണ്ഡലാണ്. വി എസ് ജോയ് മുസ്ലിം അല്ലല്ലോ. VS ജോയ്ക്ക് എതിരെ നിന്ന ആള് മുസ്ലിം ആയിരുന്നില്ലേ, അല്ലേ? എന്നിട്ട് VS ജോയ് ജയിച്ചില്ലേ? അത് ഇവിടെ അപൂർവമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ. അപൂർവമായിട്ടല്ലെന്ന്, അപൂർവമായിട്ടല്ല സംഭവിക്കുന്നത്. ഇനി കേരളത്തിൽ ഇത്തവണ BJP-യുടെ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരുന്നു? പക്ഷെ അത് അങ്ങനെ നിർത്തിയത് കുറവായിരുന്നു ഇപ്രാവശ്യം. ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, പക്ഷെ നിർത്തിയവർ ജയിക്കുക. ഇതൊരു BJP-യുടെ BJP-യുടെ എത്ര MP-മാരുണ്ട് മുസ്ലിങ്ങള്? മറുപടി അപ്പൊ അതാണ്. അപ്പൊ ഒരു ആന്റി മുസ്ലിം ഒരു പ്രൊപ്പഗാൻഡയാണ് BJP-യുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ടൂള്. അത് നമ്മൾ പറയാതിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആന്റി മുസ്ലിമാണ്, ആന്റി മുസ്ലിം പ്രൊപ്പഗാൻഡയാണ്. അവരുടെ പ്രചാരണത്തിൽ ഊന്നുന്നത്, പ്രധാനമന്ത്രി വരെയും പിന്നെ ഇലക്ഷൻ പ്രചാരണത്തിൽ വന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങളോടുള്ള ഒരു വിയോജിപ്പോ വെറുപ്പോ ആണ്. അത് ഇപ്പൊ ഞാൻ പറയാം, ശശികല ടീച്ചർ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയില്ല എന്ന് പറയുന്നതിന്റെ കാരണം കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ആണെന്നുള്ളത് മാത്രമല്ലേ? വേറെന്താ? അത് വർഗീയത അല്ലെങ്കിൽ വേറെന്താ? അത് ചിലപ്പോ എനിക്ക് തോന്നുന്നത് ആ ലീഗിനോടുള്ള എന്തെങ്കിലും തോന്നും. കാരണം അതൊരു മതം പറഞ്ഞിട്ടൊരു പാർട്ടി, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പിന്നെ മതം പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടായ എന്ത് പ്രശ്നം? മതം പറഞ്ഞിട്ടുള്ള പാർട്ടി വേണോ വേണ്ടേ, അത് വേറെ ചർച്ചയാണ്. ഞാൻ പറയുന്നത് പാർട്ടിയുടെ പേരിൽ മതം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനപ്പുറത്തേക്ക്, ഇപ്പൊ ശിവസേന അത് മതം പറഞ്ഞ പാർട്ടിയല്ലേ, അല്ലേ? അപ്പൊ അതിന്റെ ഔചിത്യം നമ്മൾ വേറെ ചർച്ച ചെയ്യും, അതിലിപ്പോ സംശയമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഭരണഘടന അംഗീകരിക്കുന്ന ഒരു പൗരൻ മറ്റൊരു പൗരന്റെ മതം നോക്കി അയാൾക്ക് ഇന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ല എന്ന് പറയുന്നത് ഭരണഘടനാപരമാണോ? അല്ല, ഭരണഘടന വിരുദ്ധമാണ്. അത്ര സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് മുസ്ലിം വിദ്വേഷം അല്ലെങ്കിൽ ആന്റി മുസ്ലിം സെന്റിമെന്റ്സ് വളർത്താൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യുന്നവരാരായാലും, ഞാൻ പറയുന്നത് ശശികല പറഞ്ഞതുപോലത്തെ വെറുപ്പ് പറഞ്ഞ, അപരമതത്തോടുള്ള വേറൊരു മതത്തോടുള്ള വിരോധമോ വിദ്വേഷമോ പറഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പേരുണ്ടോ? ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പേര് പറയും. ഞാൻ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ആളാണ്, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നത്, ശശികലയെ പോലെ വെറുപ്പ് പറയുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് നമുക്ക് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ട്, അവരുടെ നിലപാടുകളോട് വിയോജിപ്പുണ്ട്. സമാനമായ രീതിയിലുള്ള വിയോജിപ്പ് ഹിന്ദുത്വവാദികളോടും ഉണ്ട്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരോടും ഉണ്ട്.